ഈ ബിഗ് ബോസ് സീസൺ 7 നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേരാണ് അനീഷ്. അതായത് തൃശ്ശൂരിന്റെ സ്വന്തം അനീഷ്. ബിഗ് ബോസിൽ കോമണർ ആയിട്ട് വന്നിട്ട്, കോമണർ എന്ന പേര് യൂസ് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു മേഖലയിൽ നിന്ന് വന്ന് അദ്ദേഹം മൈജിയിൽ നിന്ന് മൈജി മുഖാന്തരമാണ് അദ്ദേഹം വന്നത്. ആ വന്ന ദിവസം മുതൽ തന്നെ ഈ 100 ദിവസം വരെ അദ്ദേഹം നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അദ്ദേഹം കപ്പടിക്കണമെന്ന ഒറ്റ ലക്ഷ്യം വെച്ച്, എല്ലാവരും അങ്ങനെ തന്നെ കളിക്കാറുള്ളെങ്കിൽ കൂടി ഇദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ച് ബിഗ് ബോസിൽ എത്തിയ ആളാണ്. അത് ഓർമ്മ വെച്ച് തന്നെ ഒരു ചൂടോലും പിഴയ്ക്കാതെ തന്നെ അനീഷ് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചത്. അത് അദ്ദേഹം അവസാനം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ലാസ്റ്റ് കൊണ്ട് എവിടെയോ തകിടം മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവസാന നിമിഷം വരെ അനീഷിന്റെ പേര് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ബിഗ് ബോസിന് പോയ ആളുകളായാലും പഴയ മത്സരാർത്ഥികളായാലും ഒന്നോ രണ്ടോ പേര് ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും അനീഷിന്റെ പേര് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടോപ്പ് 5 എത്തിയ ഷാനവാസ് വിക്ടർ സമയത്ത് അനീഷിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പല മത്സരാർത്ഥികളും അനീഷിന്റെ പേര് പറഞ്ഞിരുന്നു. പ്രേക്ഷകരും വിചാരിച്ചത് അനീഷ് തന്നെ ആയിരിക്കുമെന്നാണ്. പക്ഷെ ലാസ്റ്റ് നിമിഷത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിൽ അനുമോളുടെ വോട്ട് കയറി കാണണം. പക്ഷേ ബിഗ് ബോസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് അനീഷ്. അതായത് ഇദ്ദേഹം അന്ന് മേഖലയായാലും അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒരു എല്ലാം കൊണ്ടും ഒരു രാവിലെ എഴുന്നേറ്റ് തന്നെ സുപ്രഭാതം ബിഗ് ബോസ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലി ആയാലും മറ്റുള്ളവരോട് ട്രിഗർ ചെയ്യുന്ന രീതിയായാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ആണ് അദ്ദേഹം ട്രിഗർ ചെയ്യാറുള്ളത്. അത് അക്ബർ വിക്ടഡ് ആയിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഹഗ് ചെയ്തിട്ടാണ് ആ കാര്യം ഒരു കോംപ്ലിമെന്റ് കൊടുത്തത്. അതായത് അനീഷ് ഒരിക്കലും മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുക അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തളർത്തത്. അതായത് ഗെയിമിന് പുറമെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലി മാറ്റേഴ്സോ എടുത്ത് അല്ലെങ്കിൽ ബോഡി ഷേമിങ് നടത്താതെ മാനസികമായിട്ട് അവരെ തളർത്താതെ അല്ലെങ്കിൽ അവരെ വീക്ക്നെസ്സിൽ കയറി ചൊറിയാതെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഗെയിം ഒന്നും മറ്റുള്ളവരെ പോലെ അനീഷ് കളിച്ചിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അനീഷിന്റെ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അദ്ദേഹം കൊടുത്തു തന്നെയാണ് സംസാരിക്കാറുള്ളത്. എപ്പോഴും ഒരാളെയും എടാ പോടാ അങ്ങനെ അധികം വിളിക്കാറില്ല. വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ കൂടുതലായിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് ഇട്ട് അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് അനീഷ്. അത് പിന്നെ ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് അനീഷ്. അത് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമുക്ക് തെളിയിച്ചാണ്, ഒന്ന് രണ്ട് തവണ തെളിയിച്ചതാണ്. ജനറൽ നോളജിന്റെ കാര്യത്തിലായാലും പൊതുവെ അറിവിന്റെ കാര്യത്തിൽ ആയാലും അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പൊ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് അനീഷ് നല്ല രീതിയിലുള്ള എല്ലാം കൊണ്ടും അദ്ദേഹത്തിന്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് ഒരുപാട് പ്രോഗ്രാംസ് അദ്ദേഹത്തിന് കിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയട്ടെ. ഈ ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥി എന്നും അനീഷ് തന്നെ ആയിരിക്കും. അതായത് മത്സരാർത്ഥിയല്ല, ഒരു വിന്നർ ജനങ്ങളുടെ മനസ്സിൽ എന്നും അനീഷ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിഷൻ. കാരണം ഞാനും തുടക്കം മുതൽ അവസാനം വരെ അനീഷ് ജയിച്ചാലും ഇല്ലെങ്കിലും ഇതിന്റെ ഈ സീസൺ എപ്പിസോഡിൽ കഴിയുന്നവരെ അനീഷ് ഉണ്ടാവുമെന്ന് ഞാൻ ബിഗ് ബോസിന് തുടക്കത്തിൽ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ആ ഒരു കാര്യം സത്യമായി. അനീഷ് കപ്പ അടിക്കാൻ പറ്റില്ലെങ്കിലും ഈ സീസണിലെ പ്രേക്ഷകരുടെ മനസ്സുകൊണ്ട് വിന്നർ അനീഷ് തന്നെയാണ്. അതുപോലെ തന്നെ ഡിസർവിംഗ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് അനുമോൾക്കും എല്ലാവരും ആശംസകളും.